അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, വേറൊരു ഭൂഖണ്ഡോ? നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ നമ്മുടെ വിൻസെൻ്റ് പറയുന്നുണ്ട്, അപ്പോൾ അത് ശരിയാണല്ലേ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അങ്കിൾ വിൻസെൻ്റ്, നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാമോ? അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, അതെ, എനിക്ക് ഈ കാര്യം അറിയാം. രാജകുടുംബത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ഈ കാര്യം പറഞ്ഞു. പക്ഷേ അയാൾക്കിതിൽ പൂർണ്ണമായി വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഗിഡിയോണ് കൂടിയും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു ഭൂഖണ്ഡം എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾക്കിതെങ്ങനെ ഉറപ്പിച്ച് പറയാനാകും? നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? അപ്പോൾ ഗിഡിയോൺ ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട്, പിന്നെ തെളിവുകളില്ലാത്ത കാര്യം ഞാൻ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു കസേര ഇരുന്നുകൊണ്ട് ഗിഡിയോൺ പറയുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡെക്കാത്തനിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷിയെ പോലെയുള്ള മാനാമൃഗത്തെ ഞങ്ങൾ കണ്ടെത്തി. ആ മാനാമൃഗത്തിൻ്റെ ദേഹത്ത് ഒരു പ്രത്യേകതരം കരകൗശല വസ്തു ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാനാബീസിന് അദൃശ്യനാവാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, അദൃശ്യനാവാനും അതുപോലെ പറക്കാനും കഴിവുള്ള മാനാബീസ്റ്റോ? പിന്നെ നിങ്ങളെങ്ങനെയാണ് ആ മാനാബീസിനെ പിടിച്ചത്? അപ്പോൾ ഗിഡിയോൺ പറയുന്നുണ്ട്, അബദ്ധവശാലാണ് ഞങ്ങൾക്ക് ഈ മാനാബീസിനെ കിട്ടിയത്. 2 സാഹസികന്മാർ ഒരു പറക്കുന്ന അണ്ണാന് വേണ്ടി ഉന്നം വെച്ചപ്പോൾ ആ ഉന്നം തെറ്റി ഈ മാനാബീസിന് കൊണ്ടു. ഈ മാനാബീസിൻ്റെ ദേഹത്ത് ഒരു ഉപകരണം ഘടിപ്പിച്ചു വെച്ചിരുന്നു. അവസാന വർഷം വരെ ആ ഉപകരണം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനത് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ ഉപകരണം? അപ്പോൾ ഗിഡിയോൺ പറയുന്നുണ്ട്, ഇല്ല, അത് ഞാൻ നിന്നോട് പറയില്ല. ഈ കാര്യം രാജകുടുംബങ്ങളിലുള്ള ആളുകൾ മാത്രമേ അറിയാൻ പാടൂ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്നാൽ ശരി, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാനിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് രാജകുടുംബത്തിന് പോലും അറിയില്ല. ഈ പ്ലാൻ കിട്ടിയാൽ നിങ്ങൾക്ക് സമുദ്രം വഴി സഞ്ചരിക്കാൻ കഴിയും. എന്തു പറയുന്നു? അപ്പോൾ ഗിഡിയോൺ വേറൊരു വഴിയില്ലാതെ പറയുന്നുണ്ട്, ശരി, ഞാൻ പറയാം. ആ ഉപകരണത്തിന് ചലിക്കുന്ന ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യാനും അതുപോലെ സംരക്ഷിച്ച് വെക്കാനും കഴിയും. അതൊരു ക്യാമറയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ ലോകത്തിൽ ശാസ്ത്രത്തിനധികം പുരോഗതിയില്ല. അതുമാത്രമല്ല, ഇതൊരു പണ്ടത്തെ കാലഘട്ടമാണ്. ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ എങ്ങനൊരു ക്യാമറ വന്നു എന്ന കാര്യം മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഇവർ പറഞ്ഞ ആ ഭൂഖണ്ഡം, അതായത് ക്യാമറയ്ക്കുള്ള ആ ഭൂഖണ്ഡം നമ്മുടെ കിങ് ഗ്രേയുടെ നാടായിരിക്കുമോ? അപ്പോൾ നമ്മുടെ വിൻസെൻ്റ് ചിന്തിക്കുന്നുണ്ട്, പ്രശസ്തനായ ഗിഡിയോണിന് പോലും ആർത്തറിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ? അപ്പോൾ നമ്മുടെ വിൻസെൻ്റ് പറയുന്നുണ്ട്, ഇത്രയും തെളിവുകൾ പോരെ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഡിക്കാനിൽ തന്നെയുള്ള ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ ഈ ഉപകരണം നിർമ്മിച്ചതായിക്കൂടെ? അപ്പോൾ നമ്മുടെ വിൻസെൻ്റ് പറയുന്നുണ്ട്, ആർത്തർ, ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിരുന്നില്ലേ, ഗിഡിയോണാണ് ഡിക്കാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കലാകാരനും അതുപോലെ ശാസ്ത്രജ്ഞനും. അപ്പോൾ ഗിഡിയോൺ പറയുന്നുണ്ട്, ഈ ഭൂഖണ്ഡത്തിലെ ഏത് കലാകാരനെ വേണമെങ്കിലും നീ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നോ, അവരാരും എൻ്റെ അടുത്ത് പോലും എത്തില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഓ, അത് ശരി, നിങ്ങളാണല്ലേ ഈ ഭൂഖണ്ഡത്തിലെ ഏറ്റവും മികച്ച കലാകാരൻ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കറിയാത്ത സാങ്കേതികവിദ്യ ഈ ഭൂഖണ്ഡത്തിലെ മറ്റു കലാകാരന്മാർക്ക് അറിയില്ലെന്ന് രാജകുടുംബം വിശ്വസിച്ചത്. അതുകൊണ്ടായിരിക്കാം രാജകുടുംബം ഈ ഉപകരണം ഡിക്കാന് പുറത്തുള്ള ഒരു കലാകാരനായിരിക്കാം ഉണ്ടാക്കിയത് എന്ന നിഗമനത്തിലെത്തിയത്. അപ്പോൾ ഗിഡിയോൺ പറയുന്നുണ്ട്, അതെ, നീ പറഞ്ഞത് ശരിയാണ്. അതുമാത്രമല്ല, ആ ഉപകരണത്തിൽ 3 കിങ്ഡംസിൻ്റെയും ചലിക്കുന്ന ചിത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഗിഡിയോൺ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായെന്നോ? അത്രയേ ഉള്ളൂ. ഞാൻ സംസാരിക്കുന്നത് വളരെ പുരോഗമിച്ച കലാകാരന്മാരുള്ള ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ അതിലും ശക്തരായ മാന്ത്രികന്മാരെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി മിസ്റ്റർ ഗിഡിയോൺ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമുദ്രത്തിലൂടെ പോകുന്ന ഉപകരണത്തിൻ്റെ ചിത്രം മുഴുവനായി വരച്ചു തരാം. ഇതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഭൂഖണ്ഡത്തിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആർത്തർ ആ ചിത്രം മുഴുവനായി വരച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ആർത്തറും വിൻസെൻറ്റും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ വിൻസെൻറ്റ് പറയുന്നുണ്ട്, ഗിഡിയോണിനെ ഇത്ര ആവേശത്തിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ഗിഡിയോൺ പറയുന്നുണ്ട്, ഈ സ്റ്റീം എഞ്ചിന് പ്രത്യേകതരം വസ്തുക്കൾ ആവശ്യമാണല്ലേ? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതെ അതെ, ഞാൻ ആദ്യം ഇതൊന്ന് വരച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ വിൻസെൻറ്റ് ആർത്തറിനോട് പറയുന്നുണ്ട്, ഗിഡിയോൺ എന്നോട് പറഞ്ഞത് നിൻ്റെ ഐഡിയ അതിമനോഹരമായിരിക്കുന്നു എന്നാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നീരാവി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കപ്പൽ ചലിപ്പിക്കുന്നത്? പിന്നെ ഈ ലോകത്തിലെ കൂടുതൽ ആളുകളും മാനയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ശാസ്ത്രത്തിനധികം പുരോഗതി കൈവരിക്കാത്തത്. അതുമാത്രമല്ല,
ഞാൻ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ അമ്മയ്ക്കും അച്ഛനും നീ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ ഞെട്ടലൊന്നുമില്ല. അവർ നിന്നെ ഒരു സാധാരണ കുട്ടിയെ പോലെയാണ് കാണുന്നത്. സോ അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ശരിക്കും ഡിക്കാത്തിന് പുറത്ത് ഒരു ഭൂഖണ്ഡം ഉണ്ടായിരിക്കാം. അവിടെ ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള മേജസ് ഉണ്ടായിരിക്കാം. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്, ജസ്റ്റ് എ ബിഗിനിങ്. സോ അപ്പം നമ്മുടെ സിൽവി ആർത്തറിനോട് പറയുന്നുണ്ട്, പപ്പ ഞാനും ചെറിയ കണ്ണടയും പപ്പയുടെ അടുത്തേക്കും അതുപോലെ വലിയ കണ്ണടയുടെ അടുത്തേക്കും വരികയാണ്. സോ ഇപ്പം നമ്മുടെ സിൽവി പറഞ്ഞ ചെറിയ കണ്ണട ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലീജയാണ്. അതുപോലെ വലിയ കണ്ണട നമ്മുടെ വിൻസെൻറ്റുമാണ്. സോ അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ഇന്നത്തെ പ്രഖ്യാപനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എൽഡർ റാഹിദിയാസ് പറഞ്ഞിട്ടുണ്ട് 3 രാജ്യങ്ങളും തമ്മിൽ ഏകീകരിക്കാനുള്ള ചർച്ച നടക്കുന്നുണ്ടെന്ന്. സോ അപ്പം നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, പുതിയൊരു ഭൂഖണ്ഡം കണ്ടെത്തി. അതേ സമയത്ത് തന്നെ ഈ 3 കിങ്ഡംസും തമ്മിൽ ഒരു ചർച്ച വയ്ക്കുന്നു. ഇത് രണ്ടും തമ്മിൽ എന്തൊരു ബന്ധമില്ലേ? അതായത് ഈ 3 കിങ്ഡംസും തമ്മിൽ പണ്ട് ശത്രുതയിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ 3 കിങ്ഡംസും തമ്മിൽ നല്ല സൗഹൃദമായി. ഇതിനുള്ള കാരണം എന്താണ്? ഈ ഭൂഖണ്ഡമായിരിക്കുമോ? സോ ആ ഭൂഖണ്ഡം കുറച്ച് ആധുനികമായിട്ടുള്ള ഭൂഖണ്ഡമാണ്. അതിൽ നല്ല പവർഫുള്ളായിട്ടുള്ള മേജസ് ഉണ്ടാകും എന്നൊക്കെ ഈ 3 കിങ്ഡംസും കരുതി കാണും. അതുകൊണ്ടായിരിക്കാം ഈ 3 കിങ്ഡംസും ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു കിങ്ഡത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. സോ എന്തൊക്കെയായാലും കണ്ടു തന്നെ അറിയാം. സോ അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനത് പറയില്ല. അങ്ങനെ ഇവർ നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയെ കുറച്ച് കുട്ടികൾ കൂടി ആക്രമിക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊരു കുട്ടി പറയുന്നുണ്ട്, നീയൊന്നും ചെയ്തിട്ടില്ല എന്നോ? ഇപ്പോൾ സൈറസ് അക്കാദമിയിൽ ഡാർസും ഉണ്ട്. നിനക്കറിയില്ലേ സൈറസ് അക്കാദമിക്ക് പുറത്ത് മാജിക് ഉപയോഗിക്കാൻ പാടില്ല എന്ന്? പിന്നെ എന്തിനാണ് നീ നിൻ്റെ മാജിക് ഉപയോഗിച്ചത്? നിൻ്റെ മാജിക് പിൻവലിക്ക് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ എലീജ ആ തല്ല് കിട്ടിയ കുട്ടിയെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്കിപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആരാണ് എന്നെ തടഞ്ഞത്? അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, നീ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ ആ കുട്ടി നമ്മുടെ എലീജ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്, നീ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, ഞാൻ ഉടനെ തന്നെ പോലീസിനെ വിളിക്കട്ടെ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, വേണ്ട. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, പോലീസിനെ വിളിച്ചില്ലെങ്കിൽ ഇവർ രണ്ടുപേരും തല്ലുകൊണ്ട് ചാവും. സോ അപ്പോൾ നമ്മുടെ എലീജ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഞാനെൻ്റെ മാജിക്ക് ഇവിടെ ഉപയോഗിച്ചാൽ അതിൻ്റെ പ്രശ്നം ആർത്തറിനും അതുപോലെ അങ്കിൾ വിൻസെൻറ്റിനുമാണ്. അതുകൊണ്ട് നീ നിന്നെ തന്നെ നിയന്ത്രിക്കുക എലീജ. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഓ നീയൊരു ഡാർവാണല്ലേ, നിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ ഡാർവിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ ഇന്ന് 2 ഡാർസിനെ കിട്ടി, നിങ്ങളെ 2 പേരെയും ഞാൻ ഒരു ആശുപത്രിയിലാക്കാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നമ്മുടെ എലീജിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർത്തർ അങ്ങോട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, നീ ഏതടാ, നിനക്കും ഞങ്ങളുടെ ഒപ്പം കളിക്കണമെന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതേടാ, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും കളിക്കാൻ വളരെ ഇഷ്ടമാണ്. സോ ഇവിടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ 79ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.